എന്താണ് അനീമിയ അഥവാ വിളർച്ച? രക്തത്തിൽ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ RBCയുടെ കുറവിനെയാണ് അനീമിയ എന്ന് പറയുന്നത്. നോർമലി ഒരു മുതിർന്ന പുരുഷന് 13 മുതൽ 17 മില്ലിഗ്രാം വരെയാണ് ഹീമോഗ്ലോബിൻ ലെവൽ. എന്നാൽ സ്ത്രീകൾക്ക് അത് 12 മുതൽ 15 മില്ലിഗ്രാം വരെയാണ്. കുട്ടികളിൽ 10 മുതൽ 17 മില്ലിഗ്രാം വരെയാണ് നോർമൽ ലെവൽ. ഈ അളവിൽ കുറയുമ്പോഴാണ് അനീമിയ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അനീമിയയുടെ ലക്ഷണങ്ങൾ? അമിതമായ ക്ഷീണം, ശരീരമാസകം പേൽ നിറത്തിലാവുന്നത്, തലവേദന, തലകറക്കം, ഹൃദയമിടിപ്പ് കൂടുന്നത്, കൈകാലുകൾ തണുത്തിരിക്കുന്നത്, നഖങ്ങൾ വേഗത്തിൽ പൊടിഞ്ഞു പോകുന്നത്, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുന്നത് ഇവയൊക്കെയാണ് കാണപ്പെടുന്നത്. ഇത്തരം ലക്ഷണങ്ങൾ കാണപ്പെടുന്ന ആളുകൾ ഹീമോഗ്ലോബിൻ ലെവൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അനീമിയ ഏതെല്ലാം വിധത്തിൽ കാണപ്പെടുന്നു? അയൺ, ഫോളിക് ആസിഡ്, B12 എന്നിവയുടെ കുറവ് മൂലമുണ്ടാകുന്ന അനീമിയ, ഹീമോലിറ്റിക് അനീമിയ അഥവാ രക്തത്തിൽ RBC പൊടിയുന്നത് മൂലമുണ്ടാകുന്ന അനീമിയ. ഇത് ഇൻഫെക്ഷൻ മൂലമോ തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ ജനിതകമായ അസുഖം മൂലമോ ഉണ്ടാവാം. ബോൺമാരോ അസുഖം മൂലമുണ്ടാകുന്ന അനീമിയ, ക്യാൻസർ മൂലമുണ്ടാകുന്ന അനീമിയ. ഇവയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. ശരീരത്തിൽ അയൺ സ്റ്റോർ കുറയുന്നതാണ് ഇവർക്ക് പ്രധാന കാരണം. ആർക്കൊക്കെയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവാനുള്ള സാധ്യതകൾ? കുട്ടികൾ, സ്ത്രീകൾ, വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ആളുകൾ, നിരന്തരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾ, ഇവർക്കൊക്കെയാണ് കാണപ്പെടുന്നത്. എന്തൊക്കെയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ കാരണങ്ങൾ? ശരീരത്തിൽ നിന്നും അമിതമായി രക്തം നഷ്ടപ്പെടുന്നതാണ് പ്രധാന കാരണം. ആർത്തവമുള്ള സ്ത്രീകൾ ആർത്തവ സമയത്ത് അമിതമായി രക്തം നഷ്ടപ്പെടുന്നത് ഇതിന് കാരണമാകുന്നു. കൂടാതെ പെപ്റ്റിക് അൾസർ ഡിസീസ്, ഹെർണിയ, പോളിപ്പ്, കൊളറക്ടൽ ക്യാൻസർ എന്നിവയും ഇവയ്ക്ക് കാരണമാകുന്നു. ആസ്പിരിൻ പോലെയുള്ള ബ്ലഡ് തിന്നേഴ്സ്, പെയിൻ റിലീഫ് മെഡിസിൻസ് ഇവയും രക്തം നഷ്ടപ്പെടുന്ന കാരണമാകുന്നു. വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ആളുകൾക്ക് അനീമിയ കൂടുതലായി കാണപ്പെടുന്നു. അയൺ അടങ്ങിയ ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. പ്രഗ്നൻസി സമയത്ത് അയൺ സപ്ലിമെന്റ് എടുക്കാതിരിക്കുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവാൻ സാധ്യത കൂട്ടുന്നു. കൂടാതെ സീലിയാക് ഡിസീസ്, ക്രോൺ ഡിസീസ് പോലെയുള്ള കുടലിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ അയൺ ലഭ്യതയുടെ ഏക സോഴ്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വഴി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ധാരാളം അയൺ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക എന്നതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ കുറയ്ക്കാനുള്ള ഏക വഴി. ഏതൊക്കെയാണ് കൂടുതലായിട്ട് അയൺ അടങ്ങിയ ഭക്ഷണം നോക്കാം. മാംസവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും ഓട്ടൽ മീറ്റ്, മത്സ്യങ്ങൾ, ട്യൂണ, സാർഡിൻ തുടങ്ങിയ മത്സ്യങ്ങൾ, മുട്ട, വെജിറ്റബിൾ ഐറ്റംസ്, പ്രത്യേകിച്ചും ചീര, മുരിങ്ങ, മധുരക്കിഴങ്ങ്, ബ്രോക്കോളി, കൂണ്, തക്കാളി തുടങ്ങിയവ, പയർവർഗ്ഗങ്ങൾ, ചെറുപയർ, സോയാബീൻ, അമരാപ്പയർ തുടങ്ങിയവ, ഫ്രൂട്ട് ഐറ്റംസ്, ഈത്തപ്പഴം, മുന്തിരി, ബെറീസ്, മെലോൺസ്, അത്തിപ്പഴം, പീച്ച് തുടങ്ങിയവ, നട്ട്സ്, ആൽമണ്ട്സ്, കാഷ്യൂ നട്ട്സ്, പൈൻ നട്ട്സ് തുടങ്ങിയവ, സീഡ്സ്, സെസൈം സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് തുടങ്ങിയവ, ഡാർക്ക് ചോക്ലേറ്റ്സ്. പ്രധാനമായും രണ്ട് രീതിയിലുള്ള അയൺ സോഴ്സുകളാണ് ഉള്ളത്: നോൺ ഹീം അയൺ ആൻഡ് ഹീം അയൺ. ഹീം അയൺ കൂടുതലായി കാണപ്പെടുന്നത് നോൺ വെജിറ്റേറിയൻ ഐറ്റംസിലാണ്. ഇത് വളരെ വേഗത്തിൽ ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നു. എന്നാൽ വെജിറ്റേറിയൻ ഫുഡിൽ കാണപ്പെടുന്നത് നോൺ ഹീം അയൺ ആണ്. അതുകൊണ്ട് തന്നെ അയൺ അബ്സോർപ്ഷൻ കൂട്ടുന്നതിന് വേണ്ടി ധാരാളം വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കൂടെ കഴിക്കേണ്ടതാണ്. ഏതൊക്കെയാണ് കൂടുതലായിട്ട് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം നോക്കാം. ഓറഞ്ച്, ലെമൺസ് പോലെയുള്ള സിട്രസ് ഫ്രൂട്ട്സ്, സ്ട്രോബെറീസ്, ടൊമാറ്റോ, പെപ്പേഴ്സ്, കിവി ഫ്രൂട്ട്സ്, മുന്തിരി, ബ്രോക്കോളി, ലീഫി വെജിറ്റബിൾസ്, ക്യാപ്സിക്കം തുടങ്ങിയവ. ഇതിന്റെ കൂടെ അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണത്തിന്റെ കൂടെ ചായ, കാപ്പി തുടങ്ങിയവ കുടിക്കുന്നത്, കാൽഷ്യം സപ്ലിമെന്റ്സ്, കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള പാല്, ചീസ് തുടങ്ങിയവ ഉപയോഗിക്കുന്നത്, സോയ ബേസ്ഡ് ഫുഡ്സുകൾ ഇവയെല്ലാം അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതാണ്.